ഓണത്തിന്റെ വരവറിയിച്ച പത്തനംതിട്ട നഗരത്തിലെ വ്യാപാരശാലകൾ സജീവമായി. പ്രളയം കവർന്ന ആറന്മുളയും ഒപ്പം റാന്നിയും കഷ്ടനഷ്ടങ്ങൾ മറന്ന ഓണത്തെ വരവേൽക്കാനുള്ള തിരക്കിലാണ്. ഓണവിഭവങ്ങൾ വാങ്ങിക്കുവാൻ നഗരത്തിലെ എല്ലാ കടകളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മറ്റു ജില്ലകൾക്ക് വ്യത്യസ്തമായി പത്തനംതിട്ട ജില്ലയിൽ ഇക്കുറി ഓണത്തിന്റെ ശോഭ അല്പം മഴ കെടുത്തിയെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓണത്തിന്റെ വിപണി സജീവമായി വരികയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ സൂപ്പർ മാർക്കറ്റായ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റിലാണ്. അതിന്റെ മാനേജിംഗ് പാർട്ണർ മുനീർ അലങ്കാറാണ് നമ്മളിപ്പോൾ ചേരുന്നത്. ഈ പ്രളയവും മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അല്പം വിപണിയിൽ ആശങ്ക ഉണ്ടായിരുന്നു പ്രസാദ. ഭയങ്കരമായ ഓണത്തിന് ഇത്തവണ ഒരു പരിപാടികളും നടക്കത്തില്ലെന്നുള്ളതായിരുന്നു മനുഷ്യന്റെ വിശ്വാസം. പക്ഷെ അതെല്ലാം മറികടന്ന് നല്ല സെയിലായിട്ടുണ്ട്. ഇപ്പോൾ ഈ ആഴ്ച ഒരു 3-4 ദിവസമായിട്ട് അപാര തിരക്കുകളാണ്. എന്നുവെച്ചാൽ എല്ലാം ഭയങ്കര ഓഫറുകളാണ്. ഇലക്ട്രോണിക്സ് ഐറ്റമൊക്കെ ഒരു 10% മുതൽ 70% വരെ ഇത്തവണ ഡിസ്കൗണ്ട് ആണ്. എല്ലാ ഓൾ ഐറ്റംസ് ഞങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പകുതി വിലയ്ക്ക് കൊടുക്കുന്ന ഒരു 100-300 വരെ ഐറ്റംസ് ഉണ്ട്. എല്ലാം പകുതി വില, ഏതെടുത്താലും പകുതി വില. അത് ഞങ്ങളുടെ ഷോറൂമുകളിൽ എല്ലായിടത്തും, പത്തനംതിട്ടയിലാണെങ്കിലും കോന്നിയിലാണെങ്കിലും ചങ്ങനാശ്ശേരിയിലാണെങ്കിലും എല്ലായിടത്തും ആ വില തന്നെ. പിന്നെ ഗൃഹോപകരണങ്ങൾക്ക് എന്തെങ്കിലും ഓഫറുകളൊക്കെ? ഗൃഹോപകരണങ്ങൾക്ക് കെറ്റിൽ എടുത്തു കഴിഞ്ഞാൽ അയൺ ബോക്സ് ഫ്രീ, ഗ്യാസ് സ്റ്റവ് എടുത്തു കഴിഞ്ഞാൽ മിക്സി എടുത്തു കഴിഞ്ഞാൽ ഇൻഡക്ഷൻ കുക്കർ ഫ്രീ. ഇൻഡക്ഷൻ കുക്കർ ഇപ്പം കറണ്ടിന് പ്രശ്നമുണ്ടല്ലോ, ഇൻഡക്ഷൻ കുക്കർ എല്ലാം 50% താഴെ ഡിസ്കൗണ്ട് ആണ്. പിന്നെ ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്, നമുക്കിപ്പോ തന്നെ ദൃശ്യങ്ങൾ കാണാം, ഉപ്പേരിയൊക്കെ. ഇതൊക്കെ അലങ്കാരത്തിന്റെ പ്രത്യേകതയാണ്. നമ്മുടെ പ്രത്യേകത പറഞ്ഞാൽ ഇത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന സാധനമാണ്. ഉപ്പേരിയും കളയടക്കയും ഇത് മൂന്നും നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് നമ്മൾ തന്നെ കൊടുക്കുന്നതാണ്. അപ്പം വേറൊരു കാര്യമുണ്ട്, മാർക്കറ്റിൽ 400, 450, 500 രൂപ വിലയ്ക്ക് വിൽക്കുന്ന സാധനങ്ങൾ നമുക്ക് അതിന്റെ പകുതി വിലയ്ക്ക് വിൽക്കാൻ ഒക്കും. ഇത്രയും വില കുറച്ചൊന്നും ആർക്കും കൊടുക്കാൻ ഒക്കത്തില്ല. അതുപോലെ നല്ല കസ്റ്റമറും ഉണ്ട്, ഇഷ്ടംപോലെ വാങ്ങാനും എല്ലാത്തിനും. പിന്നെ തമിഴ്നാടും ആന്ധ്രയും കർണാടകവും ഒക്കെ അല്പം മഴക്കെടുതി ഉണ്ടെങ്കിലും പച്ചക്കറി മറ്റു വെജിറ്റബിളിനൊക്കെ എങ്ങനെയാണ് സർ? പച്ചക്കറി നോർമൽ രീതിക്ക് ഒരു സാധാരണ കടക്കാർക്ക് വിൽക്കാൻ ഒക്കത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര വിലയാണ്. നമുക്ക് പിന്നെ നമ്മുടെ ബുധനാഴ്ച ചന്തയും അതും ഇതെല്ലാം പണ്ടുതൊട്ടേ ഉള്ളത് കൊണ്ട് നമുക്കൊരു ലിമിറ്റിന് മേലോട്ട് നമുക്ക് വില കൂട്ടി വിൽക്കോ ഒന്നും ചെയ്തില്ല. ആർക്ക് എവിടുന്ന് കിട്ടുന്നോ അവിടുന്ന് എടുക്കുന്നത് കൊണ്ട് കഴിവിന്റെ പരമാവധി മാക്സിമം കുറച്ച് കൊടുക്കാൻ ഒക്കുന്നുണ്ടോ നമുക്ക്. ഇതുണ്ടോ അത്തപ്പൂ ഇടുന്നതിന് പകരമായിട്ട് സ്പെഷ്യൽ അത്തപ്പൂ, അത് പല മോഡലുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. 24 മോഡലുണ്ട്. 24 മോഡലുകളിൽ പല അത്തപ്പൂകളും ഉണ്ട്. പൂവൊന്നും മേടിച്ച ആൾക്കാർ കഷ്ടപ്പെടണ്ട. പ്രസന്റേഷൻ ഐറ്റം, പലചരക്ക് സാധനങ്ങൾ, എല്ലാ ഐറ്റത്തിനും പായസം മിക്സ്, അതുപോലെ ഓട്സ്, സൂപ്പർ മാർക്കറ്റ് ഐറ്റത്തിലെ എല്ലാ ഐറ്റത്തിനും ഒരു 10-25% വില കുറവായിരിക്കും. അപ്പൊ മഴ മാറി നിന്നെങ്കിൽ നമുക്ക് വിപണി സജീവമാകും. പക്ഷേ മഴ മാറി നിന്ന് ആ സമയത്ത് സെയിൽ ഇല്ലായിരുന്നെങ്കിലും അതിന്റെ ഇരട്ടി ആള് ജനങ്ങൾ ഇപ്പൊ വരുന്നുണ്ട്. അലങ്കാറിൽ കച്ചവടം നല്ല സൂപ്പറായിട്ടാണ്. മറ്റു ജില്ലകൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്തമായി റാന്നിയിലും ആറന്മുളയിലും കോന്നിയിലും ഒക്കെ മഴക്കെടുതിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഓണം വിപണി പത്തനംതിട്ട നഗരത്തിൽ സജീവമാകുകയാണെന്നാണ് അലങ്കാർ ഹൈപ്പർ മാർക്കറ്റിന്റെ മാർജിൻ പാർട്ണർ കൂടിയായിട്ടുള്ള മുനീർ അലങ്കാർ. അങ്ങനെ ഓണം വിഭവ സമൃദ്ധമാകുകയാണ് മറ്റ് ജില്ലകൾക്കൊപ്പം പത്തനംതിട്ടയിലും. ക്യാമറമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ, കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.